ഹലോ ഗൈസ്, നമ്മളൊരു കിടിലും ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എന്താണ്? നിനക്ക് പാചകം വല്ല അറിയാമോ? എന്റെ പാചക റാണിയായിട്ടുള്ള ചേച്ചി വിബി ചേച്ചി. അതെ, ഇന്നൊരു ഇത് യൂട്യൂബിലും അല്ലേ ഇത് യൂട്യൂബിലും അല്ലേ ചെയ്ത്? അതെ അതെ അതെ. അപ്പൊ നമ്മളൊരു ബീഫ് ഡ്രൈ ഫ്രൈ അതെ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. നമുക്കിപ്പോ വിവിയനെ ചേച്ചി എന്നൊന്നും ഇവളെ വിളിക്കാറില്ല, വിവി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ ഇവിടെ ഇത് കൂട്ടാൻ വേണ്ടി ഇവള് മനപൂർവ്വം വിവി ചേച്ചി എന്ന് പറയുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം. നിങ്ങളെല്ലാരും എന്റെ വീഡിയോ കാണണം. ഈ കിളവനെ കൊണ്ടിട്ട് നിന്റെ വീഡിയോ കാണിച്ചിട്ട് നമുക്ക് ഫാൻസ് കൂടും. എന്റെ ശ്രോതാക്കളോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ഫേക്ക് വീഡിയോ. ഇവള് എന്റെ സഹോദരിയുടെ, എന്റെ ഡപ്പയുടെ മോള്. ഇത് ഇവളുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി, റിവ്യൂസ് കൂട്ടാൻ വേണ്ടി ഇവള് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഫേക്ക്. ഇവൾക്ക് ഉള്ളി വെട്ടാൻ പോലും അറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞൂടെന്നാണ് പറഞ്ഞു വരുന്നത്. എനിക്കറിയാം. അപ്പൊ നീ പോയി ലൈവ് വീഡിയോ എടു. ഇല്ല, ഞാൻ ഇങ്ങനെ സഹായിക്കുന്നത് വീഡിയോ എടുക്കാറാണ് പതിവ്. അങ്ങനെ അതെ, ഞാൻ ചെയ്യും. കർത്താവ് ഇതറിഞ്ഞെങ്കിൽ ഞാൻ ഡൈ ചെയ്തിട്ട് വന്നേന്. കുഴപ്പമില്ല, ഇനി അടുത്ത വീഡിയോക്ക് ഡൈ ഒക്കെ ചെയ്തിട്ട് വന്നാ മതി. ഒരിക്കലും ഡൈ ചെയ്തില്ല. ഇത് വധുവിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വരനെ ആവശ്യം ഇല്ല, വധുവിന് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കെട്ടണമെങ്കിൽ എനിക്ക് എത്രയോ പ്രായത്തിന് മുമ്പേ കെട്ടാമായിരുന്നു, എത്രയോ കൊല്ലത്തിന് മുമ്പേ കെട്ടാമായിരുന്നു. ഇല്ല അപ്പൊ വധുവിന് വേണ്ട ഗൈസ്, ആവശ്യമില്ല. ഞങ്ങൾക്ക് ആവശ്യമില്ല. സിംഗിൾ ലൈഫ് ആസ്വദിക്കുന്ന വ്യക്തിയാണ്. അപ്പം ഞങ്ങൾക്ക് വധുവിന് ആവശ്യമില്ല. ഓക്കെ, സിംഗിൾ ലൈഫ് അല്ല, പിന്നെ കമ്മ്യൂണിയൻ ലൈഫ്. ഒരു ട്യൂബിൽ വരും പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ഇവളെ പ്രശ്നക്കാരിയാണ്. നരച്ചെന്നാ മിണ്ടായി കിടന്നു. അയ്യോ, നരച്ചൊന്നുമില്ല. ഞാൻ വെള്ളം കൂടി കണ്ട. ഇല്ല, ഞാൻ നരച്ചില്ല. ഇവിടെ നരച്ചി ഒരാളെ അടിച്ചമർത്താനുള്ള ഏറ്റവും വലിയ തന്ത്രമാണ് അവരെ എന്താണ് നര ഗൈസ്. പക്ഷെ ഞാൻ അതിലൊന്നും വീണിട്ടില്ല ഗൈസ്. എനിക്ക് നര വന്നിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് കളറടിച്ചത് ഇതോ? സത്യമായിട്ട് പറയാം, ഇത് കളറടിച്ചത്. ഇവൾക്ക് നരയുണ്ട്, നരയുണ്ട്. എനിക്കില്ല. ഇതാണ് നര. ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഗൈസ്. ഇതാണ് സോൾട്ട് ആൻഡ് പെപ്പർ ഒന്നുമല്ല. പിന്നെ ഇത് വേറെ, ഇത് ഐറ്റം വേറെ. ഇത് വാർദ്ധക്യത്തിന്റെ നരയാണ്, അല്ലാതെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ഒന്നും അല്ല. എന്റെ പ്രായം അങ്ങനെയല്ലേ ഗൈസ്. അപ്പൊ നമുക്ക് കാഴ്ചയിലേക്ക് പോവാം. നിങ്ങളെല്ലാരും ഇപ്പൊ വീഡിയോ കാണുക ഗൈസ്. ഓക്കെ, എന്റെ വിബി ചേച്ചി ഇന്ന് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഡ്രൈ ഫ്രൈ ആകുമോ എന്ന് അറിഞ്ഞൂടാന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്. പറയൂ. 1.5 സവാള ഇട്ട്, ഒരു 5-6 കൊച്ചുള്ളി, പിന്നെ തക്കാളി ഒരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രൈ ആയിട്ട് എടുക്കണമെന്നാണ് ആഗ്രഹം. നോക്കുന്നത് എങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൂടാ, അറിയത്തില്ല. പക്ഷെ വെയിറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് ഇഞ്ചി ഇടുക, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക. ഇതുവരെയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഫസ്റ്റ് ടൈമാണ്. എൻ്റെ സഹോദരൻ ഇങ്ങനെ ഫ്രൈ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അത്രയാണ്. നമ്മളിങ്ങനെയല്ലേ ഓരോന്നും പഠിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഒന്ന് നോക്കാമെന്ന് കരുതി. അത്രയാണ്. എൻ്റെ സഹോദരൻ പറഞ്ഞു തന്നെ ചെയ്തു കൊടുക്കട്ടെ. ഇവിടെ ബ്രൗൺ ആകുന്നത് വരെ ഇങ്ങനെ വഴറ്റണം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, എനിക്ക് ഉള്ളി പെട്ടെന്നൊന്ന് വേകാൻ വേണ്ടി, വഴണ്ടി കിട്ടാൻ വേണ്ടി. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല. പച്ച മണം മാറാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്ററിലിട്ട് ഇങ്ങനെ. നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒരു തക്കാളി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് വേഗത്തെ
കുറച്ചൊക്കെ നമുക്കിതിങ്ങനെ അടച്ച് വെച്ച് വരും. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കും. ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഞാൻ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയിരിക്കുകയാണ്. ടേസ്റ്റ് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ടേസ്റ്റ് ഉണ്ട്. നമുക്ക് അമ്മേൻ്റെ അടുത്ത് വെച്ചോ. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളത് ചെയ്യുമ്പോൾ കൊള്ളാം, നല്ല അടിപൊളി. പിടിച്ചിച്ച് ഉണ്ടാക്കിയ ബീഫ് ഡ്രൈ ഫ്രൈ കഴിച്ചു നോക്കാം. നല്ല കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ട്. ഇത് കൊള്ളാം. നീയും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിനക്കിത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നും എനിക്ക് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ബീഫ് ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.